ഹായ് ഓൾ, വെൽക്കം ടു NEET-EASY. ലിവിങ് വേൾഡ്, ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്നീ 2 ചാപ്റ്റേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് ഒരു റിവിഷൻ ക്ലാസ് ആണ്. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന ചാപ്റ്ററിലെ എല്ലാ ടോപ്പിക്സും ഒറ്റ വീഡിയോയിൽ കവർ ചെയ്യുകയാണ്. ഈ ചാപ്റ്ററിലെ എല്ലാ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സും ഇതിലുണ്ട്. ആദ്യം തന്നെ ക്ലാസിഫിക്കേഷൻ സിസ്റ്റംസ്. ആദ്യമായിട്ടൊരു ക്ലാസിഫിക്കേഷൻ സിസ്റ്റം കൊണ്ടുവന്നത് അരിസ്റ്റോട്ടിലാണ്. അദ്ദേഹം പ്ലാന്റ്സിനെ ട്രീസ്, ഷ്രബ്സ്, ഹെർബ്സ് ഇങ്ങനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. ആനിമൽസിനെ ആനിമൽസ് വിത്ത് റെഡ് ബ്ലഡ് ആൻഡ് ആനിമൽസ് വിത്തൗട്ട് റെഡ് ബ്ലഡ്, റെഡ് ബ്ലഡ് ഉള്ളവരും റെഡ് ബ്ലഡ് ഇല്ലാത്തവരും അങ്ങനെ ക്ലാസിഫൈ ചെയ്തു. രണ്ടാമത്തത് കരോളസ് ലിനേസ്. ലിനേസിൻ്റെ സിസ്റ്റമാണ് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. 2 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ കിങ്ഡം പ്ലാന്റ് ആൻഡ് കിങ്ഡം ആനിമേലിയയാണ് 2 കിങ്ഡംസ്. ഈ 2 ക്ലാസിഫിക്കേഷനും ഡ്രോബാക്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് 3ആമത്തെ ഒരു ക്ലാസിഫിക്കേഷൻ വന്നു. അതാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രൊപ്പോസ് ചെയ്തത് R.H. വിറ്റാക്കറാണ് 1969. R.H. വിറ്റാക്കർ 1969 പ്രൊപ്പോസ് ചെയ്ത 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കുറച്ച് ക്രൈറ്റീരിയയുടെ ബേസിസിലാണ് ഓർഗാനിസത്തിനെ ഡിഫറെൻറ്റ് കിങ്ഡംസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തത്. ആ ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 5 ക്രൈറ്റീരിയാസ് ആണ് മെയിനായിട്ടും ഉള്ളത്. ഫസ്റ്റ് വൺ ഈ സെൽ സ്ട്രക്ചർ. സെല്ലിൻ്റെ അല്ലെങ്കിൽ കോശത്തിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? സെൽസ് പ്രോക്യാരിയോട്സ് ആണോ അതോ യൂക്യാരിയോട്സ് ആണോ? പ്രോക്യാരിയോട്സ് എന്ന് വെച്ചാൽ അവർക്ക് ഒരു ഡെഫിനിറ്റ് ന്യൂക്ലിയസ്, ന്യൂക്ലിയർ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് ഒന്നും തന്നെ ഇല്ലാത്തവരാണ്. പ്രിമിറ്റീവ് ഓർഗാനിസംസ് ആണ് പ്രോക്യാരിയോട്സ്. യൂക്യാരിയോട്സിന് ഒരു വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസും അതിനെ കവർ ചെയ്ത് ന്യൂക്ലിയർ മെംബ്രെയിനും അതുപോലെ തന്നെ യൂക്യാരിയോട്സിൻ്റെ സെൽസിലുള്ള സെൽ ഓർഗനൽസ് എല്ലാം മെംബ്രെയിൻ ബൗണ്ടഡ് ആയിരിക്കും. അതായത് സെൽ ഓർഗനൽസിന് ചുറ്റും മെംബ്രെയിൻ ഉണ്ടായിരിക്കും. അവർ ഫ്രീ ആയിട്ട് സൈറ്റോപ്ലാസത്തിൽ കിടക്കുകയല്ല, പകരം ഓരോ ഓർഗനൽസിൻ്റെ പുറത്തും മെംബ്രെയിൻസ് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളവരാണ് യൂക്യാരിയോട്സ്. അപ്പോൾ ഫസ്റ്റ് സെൽ സ്ട്രക്ചർ, അതിൽ പ്രോക്യാരിയോട്ടാണോ യൂക്യാരിയോട്ടാണോ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് ബോഡി ഓർഗനൈസേഷൻ. ബോഡി ഓർഗനൈസേഷനിൽ ഓർഗാനിസം യൂണിസെല്ലുലാർ ആണോ അല്ലെങ്കിൽ മൾട്ടി സെല്ലുലാർ ആണോ എന്ന് നോക്കുന്നു. ഇനി മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ആണെങ്കിൽ സെൽസ് ചേർന്നിട്ടാണ് ടിഷ്യൂ ഉണ്ടാവുന്നത്. അങ്ങനെ ടിഷ്യൂ ലെവൽ ഓർഗനൈസേഷൻ ആണോ അതോ സെല്ലുലാർ ഓർഗനൈസേഷൻ ആണോ എന്ന് നോക്കും. ഇനി ടിഷ്യൂസ് ചേർന്നിട്ടാണ് ഓർഗൻസ് ഉണ്ടാവുന്നത്. അപ്പം ഓർഗൻ ലെവൽ ബോഡി ഓർഗനൈസേഷൻ ആണോ എന്ന് നോക്കാം. അതുപോലെ ഒരുപാട് ഓർഗൻസ് ചേരുമ്പോഴാണ് ഓർഗൻ സിസ്റ്റം ലെവൽ ഓർഗനൈസേഷൻ ഉണ്ടാവുന്നത്. അപ്പോൾ ഒരു ഓർഗാനിസം യൂണിസെല്ലുലാർ ആണോ മൾട്ടി സെല്ലുലാർ ആണോ എന്ന് നോക്കും. ഇനി മൾട്ടി സെല്ലുലാർ ആണെങ്കിൽ അവ ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണോ ഓർഗൻ ലെവലാണോ അത് ഓർഗൻ സിസ്റ്റം ലെവൽ ഓർഗനൈസേഷൻ ആണോ എന്ന് നോക്കുന്നു. അടുത്തതാണ് മോഡ് ഓഫ് ന്യൂട്രീഷൻ. മോഡ് ഓഫ് ന്യൂട്രീഷനിൽ മെയിനായിട്ട് വരുന്നത് ഓർഗാനിസംസ് ഓട്ടോട്രോപ്പിക് ആണോ അതോ ഹെട്രോട്രോപ്പിക് ആണോ എന്നുള്ളതാണ്. ഓട്ടോട്രോപ്പിക് എന്ന് വെച്ചാൽ അവരുടെ ഫുഡ് സ്വന്തമായി പ്രൊഡ്യൂസ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ളവരാണ് ഓട്ടോട്രോപ്സ്. ഫുഡിന് വേണ്ടി മറ്റ് ഓർഗാനിസത്തിന് ഡയറക്റ്റ്ലിയോ ഇൻഡയറക്റ്റ്ലിയോ ഡിപ്പെൻഡ് ചെയ്യുന്നവരാണ് ഹെട്രോട്രോപ്സ്. സോ ഒരു ഓർഗാനിസം ഓട്ടോട്രോപ്പിക് ആണോ ഹെട്രോട്രോപ്പിക് ആണോ എന്നും കൂടെ നോക്കിയിട്ടാണ് ഈ ക്ലാസിഫിക്കേഷനിൽ ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. 4th ക്രൈറ്റീരിയയാണ് റീപ്രൊഡക്ഷൻ, പ്രത്യുൽപാദനം. അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണോ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണോ? ഇനി അതുമല്ലെങ്കിൽ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ആണോ? 5ാമത്തെ ക്രൈറ്റീരിയ ഫൈലോജനറ്റിക് റിലേഷൻഷിപ്സ്, അതായത് എവല്യൂഷണറി റിലേഷൻഷിപ്സ്, പരിണാമത്തിൻ്റെ ഓർഗാനിസംസ് തമ്മിലുള്ള എവല്യൂഷണറി റിലേഷൻഷിപ്പ്. അപ്പോൾ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ R.H. വിറ്റാക്കർ യൂസ് ചെയ്ത ക്രൈറ്റീരിയാസ് സെൽ സ്ട്രക്ചർ, ബോഡി ഓർഗനൈസേഷൻ, മോഡ് ഓഫ് ന്യൂട്രീഷൻ, റീപ്രൊഡക്ഷൻ ആൻഡ് ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ്. ഇനി ഓരോ കിങ്ഡത്തിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് കിങ്ഡം മൊണേറ. കിങ്ഡം മൊണേറ ഇൻക്ലൂഡ്സ് യൂണിസെല്ലുലാർ പ്രോക്യാരിയോട്സ്. അതായത് കിങ്ഡം മൊണേറയിലെ മെമ്പേഴ്സിന് ഒറ്റ സെല്ലേ ഉള്ളൂ, അവർ യൂണിസെല്ലുലാർ ആണ്. അതുപോലെ തന്നെ പ്രോക്യാരിയോട്സ് ആണ്, അവർക്ക് ഒരു വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഇല്ല, ന്യൂക്ലിയർ മെംബ്രെയിൻ ഇല്ല,
മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് ഇല്ല. അതുകൊണ്ട് കിങ്ഡം മൊണേറയിലുള്ളത് യൂണിസെല്ലുലാർ പ്രോക്യാരിയോട്ടിക് ഓർഗാനിസംസ് ആണ്. യൂണിസെല്ലുലാർ പ്രോക്യാരിയോട്ടിക് ഓർഗാനിസംസ് എന്ന് പറഞ്ഞാൽ ബാക്ടീരിയയാണ് യൂണിസെല്ലുലാർ പ്രോക്യാരിയോട്ടിക് ഓർഗാനിസം. അതുകൊണ്ട് തന്നെ കിങ്ഡം മൊണേറയിലെ മെമ്പേഴ്സ് എല്ലാം ബാക്ടീരിയാസ് ആണ്. ഇനി ഇവരുടെ സെൽ വോൾ, ബാക്ടീരിയൽ സെൽ വോള് പെപ്റ്റിഡോഗ്ലൈക്കൻ എന്ന് പറയുന്ന മെറ്റീരിയൽ കൊണ്ടാണ് മെയ്ഡ് ചെയ്തിട്ടുള്ളത്. സെൽ വോൾ യൂഷ്വലി മെയ്ഡ് ഓഫ് പെപ്റ്റിഡോഗ്ലൈക്കൻ. എന്നാൽ മൈക്കോപ്ലാസ്മ എന്ന് പറയുന്ന കിങ്ഡം മൊണേറയിലെ മെമ്പേഴ്സിനെ തന്നെ ഡിഫറെൻ്റ് ആയിട്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിലെ ഒരു ടൈപ്പാണ് മൈക്കോപ്ലാസ്മ. ഈ മൈക്കോപ്ലാസ്മയ്ക്ക് ഒഴിച്ച് ബാക്കി കിങ്ഡം മൊണേറയിലെ എല്ലാ മെമ്പേഴ്സിനും പെപ്റ്റിഡോഗ്ലൈക്കൻ സെൽ വാളാണ് ഉള്ളത്. ഇനി ബാക്ടീരിയ മെയിനായിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് ബൈനറി ഫിഷൻ വഴിയാണ്. ബാക്ടീരിയയുടെ റീപ്രൊഡക്ഷൻ മെയിനായിട്ട് ബൈനറി ഫിഷൻ വഴിയാണ് നടക്കുന്നത്. അതായത് ഒരു ബാക്ടീരിയ അത് ഡിവൈഡ് ചെയ്ത് 2 ബാക്ടീരിയ ആയിട്ട് മാറുന്നു. അതാണ് ബൈനറി ഫിഷൻ. അടുത്തത് ന്യൂട്രീഷൻ. ബാക്ടീരിയാസ് ഓട്ടോട്രോപ്പിക്കും ഉണ്ട്, ഹെറ്ററോട്രോപ്പിക്കും ഉണ്ട്. അതുപോലെ സാപ്രോഫൈറ്റിക് ആയിരിക്കും, അല്ലെങ്കിൽ പാരസൈറ്റിക് ആയിരിക്കും. സാപ്രോഫൈറ്റിക് എന്ന് വെച്ചാൽ ഡെഡ് ആൻഡ് ഡീക്കേയിങ് മാറ്ററിൽ നിന്ന് ഫുഡ് അബ്സോർബ് ചെയ്യുന്നവരാണ് സാപ്രോഫൈറ്റ്സ്. പാരസൈറ്റിക് എന്ന് വെച്ചാൽ ഒരു ലിവിങ് ഓർഗാനിസത്തിൻ്റെ ബോഡിയിൽ നിന്ന് അതിൻ്റെ ന്യൂട്രീഷനെ അബ്സോർബ് ചെയ്തെടുക്കുന്നവരാണ് പാരസൈറ്റിക്. ഇനി ഓട്ടോട്രോപ്പിക് ബാക്ടീരിയ തന്നെ 2 ടൈപ്പ് ഉണ്ട്, ഫോട്ടോസിന്തറ്റിക് ഓർ കീമോസിന്തറ്റിക്. ഫോട്ടോസിന്തറ്റിക് എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സിനെ പോലെ പ്രകാശ സംശ്ലേഷണം, അതായത് സൺലൈറ്റിൻ്റെ പ്രസൻസിൽ ക്ലോറോഫിൽ അല്ലെങ്കിൽ ഫൈക്കോബിലിൻ അങ്ങനെയൊക്കെയുള്ള പിഗ്മെൻറ്റ്സ് ഉണ്ട്. ഈ പിഗ്മെൻറ്റ്സ് ഉപയോഗിച്ച് അവരുടെ ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് ഓട്ടോട്രോപ്സ്, സൺലൈറ്റിൻ്റെ പ്രസൻസിൽ. കീമോസിന്തറ്റിക് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഇനോർഗാനിക് മാറ്റേഴ്സിനെ ഓക്സിഡൈസ് ചെയ്ത് അതിൽ നിന്ന് അവർക്കുള്ള ആവശ്യമായ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ ഫുഡിനെ അബ്സോർബ് ചെയ്യുന്നവരാണ് കീമോസിന്തറ്റിക് ബാക്ടീരിയാസ്. സോ കിങ്ഡം മൊണേറയിൽ യൂണിസെല്ലുലാർ പ്രോക്യാരിയോട്സ് ആണുള്ളത്, അതായത് ബാക്ടീരിയ. പ്രോക്യാരിയോട്സ് ആയതുകൊണ്ട് തന്നെ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് ഒന്നും തന്നെ ഇല്ല. സെൽ വോൾ പെപ്റ്റിഡോഗ്ലൈക്കൻ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, എക്സെപ്റ്റ് മൈക്കോപ്ലാസ്മ. ഇനി ബാക്ടീരിയ മെയിൻലി ബൈനറി ഫ്യൂഷനിലൂടെയാണ് റീപ്രൊഡക്ഷൻ നടത്തുന്നത്. ബാക്ടീരിയ ഓട്ടോട്രോപ്സും ഉണ്ട്, ഹെറ്ററോട്രോപ്സും ഉണ്ട്. ഓട്ടോട്രോപ്സ് ഫോട്ടോസിന്തറ്റിക്കോ കീമോസിന്തറ്റിക്കോ ആണ്. ഇനി ഹെറ്ററോട്രോപ്സ് സാപ്രോഫൈറ്റിക്കോ പാരസൈറ്റിക്കോ ആണ്. ബാക്ടീരിയയുടെ ഷേപ്പിൻ്റെ ബേസിസിൽ ബാക്ടീരിയയെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. സ്ഫെറിക്കൽ ഷേപ്പിലുള്ള കോക്കസ്, റോഡ് ഷേപ്പിലുള്ള ബാസിലസ്, സ്പൈറൽ ഷേപ്പിലുള്ള സ്പൈറിലം, കോമ ഷേപ്ഡ് വിബ്രിയോ. കോക്കസ്, ബാസിലസ്, സ്പൈറിലം ആൻഡ് വിബ്രിയോ. കിങ്ഡം മൊണേറയിലെ മെമ്പേഴ്സിനെ ഡിഫറെൻറ്റ് ക്ലാസ്സസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു ടൈപ്പാണ് ആർക്കി ബാക്ടീരിയ. ആർക്കി ബാക്ടീരിയയെ എക്സ്ട്രീം ഹാബിറ്റാറ്റ്സിലാണ് കാണാൻ പറ്റുന്നത്. കാരണം ഇവരുടെ സെൽ വോൾ യുണീക്കാണ്. മറ്റ് ബാക്ടീരിയയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സെൽ വോളാണ് ആർക്കി ബാക്ടീരിയയ്ക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് എക്സ്ട്രീം ഹാബിറ്റാറ്റ്സിൽ ജീവിക്കാൻ പറ്റുന്നു. ആർക്കി ബാക്ടീരിയയുടെ എക്സാമ്പിൾസ് ആണ് മെഥനോജൻസ്. ഇവർ മാർഷി ഏരിയാസിലും അതുപോലെ പശു, കാള ഇതുപോലെയുള്ള കാറ്റിൽസിൻ്റെ റൂമൻ അവരുടെ ഗട്ടിലുമാണ് കാണപ്പെടുന്നത്. അതേപോലെ ഇവർ ബയോഗ്യാസ് അല്ലെങ്കിൽ മീഥെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. കൗഡങ്ങിൽ നിന്നൊക്കെ ബയോഗ്യാസ് ഓർ മീഥെയിൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അവരെ മെഥനോജൻസ് എന്ന് വിളിക്കുന്നത്. ഇനി എക്സ്ട്രീം സോൾട്ടി ഏരിയാസ്, ഉപ്പ് വളരെ കൂടുതലുള്ള ഏരിയാസിൽ കാണപ്പെടുന്നതാണ് ഹാലോഫൈൽസ്. ഹോട്ട് അസിഡിക് സ്പ്രിങ്സ്, വളരെ ചൂട് കൂടിയതും അതുപോലെ അസിഡിക് ആയിട്ടുള്ള സ്പ്രിങ്സിൽ കാണപ്പെടുന്നതാണ് തെർമോ അസിഡോഫൈൽസ്. സ്പ്രിങ്സ് എന്ന് വെച്ചാൽ അരുവികൾ. ഇനി അടുത്തൊരു ടൈപ്പ് ബാക്ടീരിയാസ് ആണ് യു ബാക്ടീരിയ. യു ബാക്ടീരിയ ഈസ് ഓൾസോ നോൺ ആസ് ട്രൂ ബാക്ടീരിയ. യു ബാക്ടീരിയ ഈസ് ഓൾസോ നോൺ ആസ് ട്രൂ ബാക്ടീരിയ. ഇവർക്കൊരു റിജിഡ് സെൽ വോൾ ഉണ്ട്. അതുപോലെ ഇവരും എങ്ങനെയാണ് ബൈനറി ഫിഷനിലൂടെയാണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് ഒരു ബാക്ടീരിയൽ സെല്ല്, ആ ബാക്ടീരിയൽ സെല്ലിലെ ജനറ്റിക് മെറ്റീരിയൽ ഡബിൾ ആകുന്നു. അതുപോലെ സെൽ വോളിൻ്റെ ഇവിടെ ചെറിയ സ്പ്ലിറ്റ് ഫോം ചെയ്യുന്നു.
അതിനുശേഷം ഈ സ്പ്ലിറ്റ് അകത്തോട്ട് ഡീപ്പൻ ചെയ്യുന്നു, എന്നിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നു. ഇനി ഈ രണ്ടെണ്ണം 2 ബാക്ടീരിയാസ് ആയിട്ട് ഗ്രോ ചെയ്യും. ഇതാണ് ബൈനറി ഫിഷൻ. ഇനി ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്സും കീമോസിന്തറ്റിക് ഓട്ടോട്രോപ്സും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്സ്, അങ്ങനെ ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്സിൽ വരുന്ന ഒരു ടൈപ്പ് ബാക്ടീരിയയാണ് സയനോബാക്ടീരിയ. സയനോബാക്ടീരിയ അല്ലെങ്കിൽ അതിനെ ബ്ലൂ ഗ്രീൻ ആൽഗ എന്നും വിളിക്കുന്നു. കാരണം എന്താണ്? ഇവർക്ക് ക്ലോറോഫിൽ ആൻഡ് ഫൈക്കോബിലിൻസ് ഇങ്ങനെ 2 പിഗ്മെന്റ്സ് ഉണ്ട്. ക്ലോറോഫിൽ ആൻഡ് ഫൈക്കോബിലിൻസ് ഇങ്ങനെയുള്ള പിഗ്മെന്റ്സ് ഉള്ളത് കൊണ്ടാണ് സയനോബാക്ടീരിയ ബ്ലൂ ഗ്രീൻ ആൽഗ എന്ന് വിളിക്കുന്നത്. ഈ പിഗ്മെന്റ്സ് ഉള്ളത് കൊണ്ടാണ് ഇവർക്ക് ഫോട്ടോസിന്തസിസ് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ their own ഫുഡ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇനി ഈ സയനോബാക്ടീരിയയ്ക്ക് ചില സ്പെഷ്യലൈസ്ഡ് സെൽസ് ഉണ്ട്. അതാണ് ഹെട്രോസിസ്റ്റ്. സയനോബാക്ടീരിയയുടെ സ്പെഷ്യലൈസ്ഡ് സെൽസ് ആണ് ഹെട്രോസിസ്റ്റ്. ഈ ഹെട്രോസിസ്റ്റിന്റെ ഹെൽപ്പോടെ അറ്റ്മോസ്ഫറിക് നൈട്രജനെ പ്ലാന്റ്സിന് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സോയിലിലേക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബാക്ടീരിയസ് നൈട്രജൻ ഫിക്സേഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സയനോബാക്ടീരിയയുടെ എക്സാമ്പിളാണ് നോസ്റ്റോക്ക്, അനബിന. നോസ്റ്റോക്ക് ആൻഡ് അനബിന. അതുപോലെ ഈ ബ്ലൂ ഗ്രീൻ ആൽഗയുടെ സെൽസ് ഇത് ഒരു കോളനി ആയിട്ടായിരിക്കും കാണപ്പെടുന്നത്. ഈ കോളനിയുടെ ചുറ്റും ഒരു ഷീത്ത് ഉണ്ടായിരിക്കും, ജെലാറ്റിനസ് ഷീത്ത് കാണാൻ പറ്റും. അടുത്തതാണ് കീമോസിന്തറ്റിക് ഓട്ടോട്രോപ്സ്. ഇവർ ഇനോർഗാനിക് സബ്സ്റ്റൻസിൻ്റെ ഓക്സിഡേഷൻ വഴിയാണ് ഇവർക്ക് ആവശ്യമായിട്ടുള്ള എനർജി ഉണ്ടാക്കുന്നത്. ഇനോർഗാനിക് സബ്സ്റ്റൻസിനെ ഓക്സിഡേഷൻ നടത്തുന്നത് കൊണ്ട് തന്നെ ഇവർ നൈട്രജൻ, സൾഫർ, അയൺ, ഫോസ്ഫറസ് മുതലായ ന്യൂട്രിയൻസിൻ്റെ റീസൈക്ലിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് നൈട്രജൻ, സൾഫർ, അയൺ, ഫോസ്ഫറസ് ഇവയൊക്കെ ഈ ഇനോർഗാനിക് സബ്സ്റ്റൻസിൽ അടങ്ങിയിട്ടുണ്ട്. ഈ സബ്സ്റ്റൻസിനെ ഓക്സിഡൈസ് ചെയ്യുന്നത് വഴി ഈ പറഞ്ഞ എലമെൻസിനെയൊക്കെ തിരിച്ച് സോയിലിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ ന്യൂട്രിയൻ റീസൈക്ലിങ്ങിന് കീമോസിന്തറ്റിക് ഓട്ടോട്രോപിക് ബാക്ടീരിയാസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് നൈട്രിഫൈങ് ബാക്ടീരിയ, സൾഫർ ബാക്ടീരിയ, അയൺ ബാക്ടീരിയ. അടുത്തതാണ് ഹെട്രോട്രോപിക് ബാക്ടീരിയ. ഇവർ സാപ്രോഫൈറ്റ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ പാരസൈറ്റ്സ് ആയിരിക്കാം, അതുമല്ലെങ്കിൽ സിംബയോൺസ് ആയിട്ടും കാണപ്പെടുന്നുണ്ട്. എക്സാമ്പിൾസ് ലാക്ടോബാസിലസ്. ലാക്ടോബാസിലസ് കേർഡ് ഫോർമേഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പാലിനെ തൈരാക്കി മാറ്റാൻ ഹെൽപ്പ് ചെയ്യുന്ന ബാക്ടീരിയയാണ് ലാക്ടോബാസിലസ്. ഇനി നൈട്രജൻ ഫിക്സേഷന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെട്രോട്രോപിക് ബാക്ടീരിയയാണ് റൈസോബിയം. സയനോബാക്ടീരിയയും നൈട്രജൻ ഫിക്സേഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ചില ബാക്ടീരിയൽ ഡിസീസസ് ഏതൊക്കെയാണെന്ന് നോക്കാം. കോളറ. കോളറ ഉണ്ടാക്കുന്നത് വിബ്രിയോ കോളറ എന്ന ബാക്ടീരിയയാണ്. ടൈഫോയിഡ് സാൽമൊണല്ല ടൈഫി. ടെറ്റനസ് ക്ലോസ്ട്രിഡിയം ടെറ്റനി. ഇനി സിട്രസ് കാങ്കർ. സിട്രസ് കാങ്കർ എന്ന് പറയുന്നത് ഒരു ചെടികളിൽ കാണപ്പെടുന്ന ഒരു ഡിസീസാണ്. ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അത് സിട്രസ് കാങ്കർ ബാധിച്ച ഒരു പ്ലാന്റ് ആണ്. ഇത് സിട്രസ് പ്ലാന്റ്സിലാണ് കാണപ്പെടുന്നത്. അതായത് നാരങ്ങ, ഓറഞ്ച് അങ്ങനെ പുളിയുള്ള സിട്രസ് പ്ലാന്റ്സിലാണ് സിട്രസ് കാങ്കർ എന്ന ഡിസീസ് കാണപ്പെടുന്നത്. ഇതൊരു ബാക്ടീരിയൽ ഡിസീസാണ്. കോളറ, ടൈഫോയിഡ്, ടെറ്റനസ്, സിട്രസ് കാങ്കർ ഇത്രയാണ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ബാക്ടീരിയൽ ഡിസീസസ്. അടുത്ത ടൈപ്പ് ബാക്ടീരിയയാണ് മൈക്കോപ്ലാസ്മ. ഇവരാണ് സ്മോളസ്റ്റ് ലിവിങ് സെൽസ്. മൈക്കോപ്ലാസ്മ ആർ ദ സ്മോളസ്റ്റ് ലിവിങ് സെൽസ്. അവർക്ക് സെൽ വോൾ ഇല്ല. മൈക്കോപ്ലാസ്മയ്ക്ക് സെൽ വോൾ ഇല്ല. ഇവർ പ്ലിയോമോർഫിക് ആണ്. അതായത് മൈക്കോപ്ലാസ്മയ്ക്ക് ഒരു പ്രത്യേക ഒരു ഡെഫിനിറ്റ് ഷേപ്പ് ഇല്ല, പല ഷേപ്പിൽ കാണാൻ പറ്റും. അങ്ങനെയുള്ളവരെയാണ് പ്ലിയോമോർഫിക് എന്ന് പറയുന്നത്. ഇനി മൈക്കോപ്ലാസ്മയ്ക്ക് ഓക്സിജൻ ഇല്ലാതെ സർവൈവ് ചെയ്യാൻ പറ്റും. അതുപോലെ മൈക്കോപ്ലാസ്മ പ്ലാന്റ്സിലും ആനിമൽസിലും ഒരുപാട് ഡിസീസസ് കോസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. കിങ്ഡം പ്രോട്ടിസ്റ്റ. കിങ്ഡം പ്രോട്ടിസ്റ്റയിലെ മെമ്പേഴ്സ് യൂണിസെല്ലുലാർ യൂക്യാരിയോട്സ് ആണ്. ഒരു സെല്ലേ ഉള്ളൂ, പക്ഷേ യൂക്യാരിയോട്സ് ആണ്. അതുകൊണ്ട് തന്നെ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് ഉണ്ട്. ഇവരെ അക്വാട്ടിക് ഹാബിറ്റാറ്റ്സിലാണ് കാണപ്പെടുന്നത്. മൂവ്മെൻറ്റിന് ഉള്ള സ്ട്രക്ചേഴ്സ് സീലിയ അല്ലെങ്കിൽ ഫ്ലജല്ല അല്ലെങ്കിൽ സ്യൂഡോപോഡിയ ഇതിലേതെങ്കിലും ആയിരിക്കും മൂവ്മെൻറ്റിനുള്ള സ്ട്രക്ചർ. സെക്ഷുവൽ റീപ്രൊഡക്ഷനും അസെക്ഷുവൽ റീപ്രൊഡക്ഷനും കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് ഗ്രൂപ്പാണ് ക്രിസോഫൈറ്റ്സ്. ക്രിസോഫൈറ്റ്സിൽ ഡയാറ്റംസ് ആൻഡ് ഗോൾഡൻ ആൽഗ എന്നീ 2 ഗ്രൂപ്പ്സ് ഉണ്ട്. ഗോൾഡൻ ആൽഗയെ ഡെസ്മിഡ്സ് എന്നും വിളിക്കുന്നു.
ഇനി ഡയാറ്റംസ് ആണ് ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഇൻ ഓഷ്യനിലെ ചീഫ് പ്രൊഡ്യൂസേഴ്സ് എന്ന് വിളിക്കുന്നത് ഡയാറ്റംസിനെയാണ്. ഡയാറ്റംസിൻ്റെ സെൽ വോളിൽ സിലിക്ക എന്ന കണ്ടന്റും കൂടെ ഉണ്ട്. സിലിക്ക എന്ന മെറ്റീരിയൽ ഡയാറ്റംസിൻ്റെ സെൽ വോളിലുണ്ട്. ഈ സെൽ വോള് ഒരു സോപ്പ് ബോക്സിൻ്റെ പോലെ 2 ഓവർലാപ്പിംഗ് ഹാഫ്സ് ചേർന്നിട്ടാണ് സെൽ വോൾ ഉണ്ടായിരിക്കുന്നത്. ഇനി ഡയാറ്റംസ് അവരുടെ ഡെത്തിന് ശേഷം ഹാബിറ്റാറ്റ്സിൽ പൊടിഞ്ഞിട്ട് ഡയാറ്റമേഷ്യസ് എർത്തായിട്ട് മാറും. ഈ സെൽ വോൾ പൊടിഞ്ഞിട്ട് ഡയാറ്റമേഷ്യസ് എർത്തായിട്ട് മാറും. ഇതൊരു ഗ്രിട്ടി മെറ്റീരിയലാണ്, അതായത് കുറച്ച് പരിവരുത്ത മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെ നമുക്കിതിനെ പോളിഷിങ്ങിനും അതുപോലെ ഓയിൽസ് ആൻഡ് സിറപ്സിൻ്റെ ഫിൽട്രേഷനും യൂസ് ചെയ്യാം. ഇപ്പോൾ ഡയാറ്റംസിൻ്റെ സെൽ വോളിൽ സിലിക്ക കണ്ടന്റ് ഉണ്ട്. സിലിക്ക എന്ന് പറഞ്ഞാൽ ഒരു ഹാർഡായിട്ടുള്ള മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെ ഡയാറ്റംസിൻ്റെ ഡെത്തിന് ശേഷം ഈ സിലിക്ക അടങ്ങിയിട്ടുള്ള സെൽ വോള് പൊടിഞ്ഞിട്ട് ഡയാറ്റമേഷ്യസ് എർത്തായിട്ട് മാറുന്നുണ്ട്. നെക്സ്റ്റ് ഗ്രൂപ്പാണ് ഡൈനോഫ്ലാജെല്ലേറ്റ്സ്. ഡൈനോഫ്ലാജെല്ലേറ്റ്സിനും അവർക്ക് ഒരു സെല്ലുലോസ് പ്ലേറ്റ് ഉണ്ട്. ഈ പിക്ചറിൽ കാണാം. പിക്ചറിൽ കൊടുത്തിരിക്കുന്നത് ഗോണിയോലെക്സിൻ്റെ ഒരു പിക്ചറാണ് കൊടുത്തിട്ടുള്ളത്. ഗോണിയോലെക്സ് ഡൈനോഫ്ലാജെല്ലേറ്റ്സിൻ്റെ എക്സാമ്പിളാണ് ഗോണിയോലെക്സ്. അതിൻ്റെ പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവർക്ക് സെല്ലുലോസ് പ്ലേറ്റ്സ് ഉണ്ട്. അതുപോലെ 2 അൺഈക്വൽ ഫ്ലാജെല്ല ഉണ്ട്. അൺഈക്വൽ ഫ്ലാജെല്ല ഒന്ന് ലോഞ്ചിറ്റ്യൂഡിനൽ ആയിരിക്കും. ലോഞ്ചിറ്റ്യൂഡിനൽ ഫ്ലാജെല്ലമായിരിക്കും ഒന്ന്, അതായത് ഇങ്ങനെ നീളത്തിലുള്ളത്. ഇനി രണ്ടാമത്തെ ഫ്ലാജെല്ല അതിൻ്റെ ഒരു ട്രാൻസ്വേഴ്സ് ഗ്രൂവിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. പിക്ചറിൽ കാണുന്നുണ്ട്. ട്രാൻസ്വേഴ്സ് ഗ്രൂവിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. അങ്ങനെ 2 അൺഈക്വൽ ഫ്ലാജെല്ല ഡൈനോഫ്ലാജെല്ലേറ്റ്സിനുണ്ട്. പേരിൻ്റെ തന്നെ മീനിങ് 2 ഫ്ലാജെല്ല ഉള്ളവർ എന്നാണ്. ഡൈ എന്ന് വെച്ചാൽ 2, ഡൈനോഫ്ലാജെല്ലേറ്റ്സ്. ഇനി ഇവർ മോസ്റ്റ്ലി മറൈനാണ്, കൂടുതലായിട്ടും കടലിലാണ് കാണപ്പെടുന്നത്. ഇനി ചില ടൈമിൽ ഈ ഡൈനോഫ്ലാജെല്ലേറ്റ്സിനെ തന്നെ അവരുടെ ബോഡിയിൽ അടങ്ങിയിട്ടുള്ള പിഗ്മെൻറ്റിൻ്റെ കണ്ടന്റ് അനുസരിച്ച് പല കളറിൽ കാണാൻ പറ്റും. ബ്രൗൺ, യെല്ലോ, അങ്ങനെ റെഡ്, അങ്ങനെ പല കളറിൽ കാണാൻ പറ്റും. ചില സമയത്ത് ഈ ഗോണിയോലെക്സ് പോലെയുള്ള റെഡ് കളർ അടങ്ങിയിട്ടുള്ള ഡൈനോഫ്ലാജെല്ലേറ്റ്സ് ഒരു റാപ്പിഡ് മൾട്ടിപ്ലിക്കേഷൻ അണ്ടർഗോ ചെയ്യും. അതായത് പെട്ടെന്ന് അവർ പെരുകും, അവരുടെ നമ്പർ കൂടും. ആ ടൈമിൽ നമ്മുടെ ടൈഡ്സിൽ, തിരമാലകളിൽ ചുവന്ന കളർ കാണപ്പെടും. അതിനെയാണ് റെഡ് ടൈഡ്സ് എന്ന് പറയുന്നത്. റെഡ് ടൈഡ്സിന് കാരണമാകുന്നത് ഗോണിയോലെക്സ്. ഈ റെഡ് ടൈഡ്സിൽ മിക്കവാറും കൂടുതൽ ടോക്സിൻ കണ്ടന്റ് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ അത് അക്വാട്ടിക് ആനിമൽസിന്, അതായത് ഫിഷസിനൊക്കെ ടോക്സിക് ആയിട്ട് മാറുകയും അങ്ങനെ അതൊക്കെ ചത്തൊടുങ്ങുകയും ചെയ്യുന്നുണ്ട്. അടുത്ത ഗ്രൂപ്പാണ് യൂഗ്ലിനോഡ്സ്. യൂഗ്ലിനോഡ്സിൻ്റെ പ്രത്യേകത ഇവർ ആനിമൽസിൻ്റെയും പ്ലാന്റ്സിൻ്റെയും ഇടയ്ക്കുള്ള ഒരു കണക്റ്റിംഗ് ലിങ്കായിട്ട് പറയാം. കിങ്ഡം പ്രോട്ടിസ്റ്റേ ആനിമൽസിനെയും തമ്മിലും അല്ലെങ്കിൽ കിങ്ഡം പ്രോട്ടിസ്റ്റയിലെ മെമ്പേഴ്സിനെയും പ്ലാന്റ്സിലെ മെമ്പേഴ്സിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ലിങ്കായിട്ട് പറയാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ യൂഗ്ലിനോഡ്സിന് സെൽ വോൾ ഇല്ല. ഇവർക്ക് സെൽ വോൾ ഇല്ല. കിങ്ഡം അനിമേലിയയിലെ മെമ്പേഴ്സിനും സെൽ വോൾ ഇല്ല. യൂഗ്ലിനോയിഡിന് സെൽ വോൾ ഇല്ല. അതുപോലെ തന്നെ ഇവർ മിക്സോട്രോപ്സ് ആണ്. അതായത് ഓട്ടോട്രോപ്പിക്കുമാണ്, ഹെട്രോട്രോപ്പിക്കുമാണ്. അതായത് സൺലൈറ്റിൻ്റെ പ്രസൻസിൽ ഇവർ ഓട്ടോട്രോപ്പിക് ആയിട്ട് ബിഹേവ് ചെയ്യും. സൺലൈറ്റ് ഉണ്ടെങ്കിൽ ഇവർ ഓട്ടോട്രോപ്സ് ആവും. ഇവർക്ക് പ്ലാന്റ്സിൽ കാണപ്പെടുന്ന പോലെയുള്ള പിഗ്മെൻറ്റ്സ് ഉണ്ട്. പ്ലാന്റ്സിൽ കാണപ്പെടുന്ന പോലെയുള്ള ഫോട്ടോസിന്തസിസിനെ ഹെൽപ്പ് ചെയ്യുന്ന പിഗ്മെൻറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് ആ പിഗ്മെൻറ്റ്സിൽ സൺലൈറ്റിൻ്റെ പ്രസൻസിൽ ഇവർ ഫുഡ് പ്രിപ്പയർ ചെയ്യും. അതുകൊണ്ട് ഇവർ ഓട്ടോട്രോപ്സ് ആണ് ഇൻ പ്രസൻസ് ഓഫ് സൺലൈറ്റ്. അതുകൊണ്ട് തന്നെ ഇവരും പ്ലാന്റ്സും തമ്മിലൊരു ലിങ്ക് ഉണ്ട്. ഇനി സൺലൈറ്റ് ഇല്ലാത്ത സമയത്ത് ഇവർ ഹെട്രോട്രോപ്സ് ആണ്. അതായത് ഇതിനേക്കാൾ ചെറിയ ഓർഗാനിസത്തിനെ അവർ പ്രിഡേറ്റ് ചെയ്യും. അതായത് ഇര പിടിക്കുക എന്നുള്ളതാണ് പ്രിഡേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവരെക്കാൾ ചെറിയ ഓർഗാനിസത്തിനെ പിടിച്ചു കഴിക്കും. അപ്പോൾ ആനിമൽസും ഹെട്രോട്രോപ്സ് ആണ്. ഇതുപോലെ പ്രിഡേഷൻ അവരുടെ ഒരു മെത്തേഡ് ഓഫ് ആഹാരം ലഭിക്കുന്നതിനുള്ള ഒരു മെത്തേഡാണ് പ്രിഡേഷൻ. അതുപോലെ സെൽ വോളും ഇല്ല. അതുകൊണ്ട് യൂഗ്ലിനോയിഡ്സിനെ പ്ലാന്റ്സും ആനിമൽസിനുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ട്. അതുപോലെ യൂഗ്ലിനോയിഡ്സിനും 2 ഫ്ലാജെല്ലയുണ്ട്. എക്സാമ്പിളാണ് യൂഗ്ലിന. ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവരുടെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് ഇവർക്കൊരു പെല്ലിക്കിളുണ്ട്.
പെല്ലിക്കിൾ. സെൽ വോൾ ഇല്ല, പകരം പെല്ലിക്കിളുണ്ട്. പെല്ലിക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രോട്ടീൻ റിച്ച് ലെയറാണ്. പെല്ലിക്കിൾ ഈസ് എ പ്രോട്ടീൻ റിച്ച് ലെയർ. അതുകൊണ്ട് തന്നെ ഇവരുടെ ബോഡി വളരെ ഫ്ലെക്സിബിൾ ആണ്. സെൽ വോൾ ഉണ്ടെങ്കിൽ ബോഡി റിജിഡ് ആയിരിക്കും, അതിന് ഷേപ്പിൽ ഒരു ചേഞ്ചും വരുത്താൻ പറ്റില്ല. പക്ഷെ ബോഡി ഫ്ലെക്സിബിൾ ആണെങ്കിൽ ഷേപ്പിൽ ചെറിയ ചേഞ്ചൊക്കെ വരുത്താൻ പറ്റും. അപ്പോൾ പ്രോട്ടീൻ റിച്ച് പെല്ലിക്കിൾ കാരണമാണ് ബോഡി ഫ്ലെക്സിബിൾ ആയിട്ടിരിക്കുന്നത്. അടുത്ത ഗ്രൂപ്പാണ് സ്ലൈം മൗൾസ്. സ്ലൈം മൗൾസ് ഇവിടെ പിക്ചറിൽ കാണിച്ചിട്ടുണ്ട്. ഇവർ സാപ്രോഫൈറ്റിക് ആണ്, അതായത് ഡെഡ് ആൻഡ് ഡീക്കേയിങ് മാറ്ററിൽ നിന്നാണ് ഇവർ ഫുഡായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി ഫേവറബിൾ കണ്ടീഷൻസിൽ ഈ സ്ലൈം മൗൾസ് അഗ്രിഗേറ്റ് ചെയ്തിട്ട് ഒരു പ്ലാസ്മോഡിയം എന്ന് പറയുന്ന സ്ട്രക്ചർ ഫോം ചെയ്യും. ഈ പ്ലാസ്മോഡിയം സെവറൽ ഫീറ്റ്സ് വളരാനുള്ള കഴിവ് പ്ലാസ്മോഡിയത്തിനുണ്ട്. ഇനി അൺഫേവറബിൾ കണ്ടീഷനിൽ ഈ പ്ലാസ്മോഡിയം സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യും. അൺഫേവറബിൾ കണ്ടീഷനാണെങ്കിൽ സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ സ്പോർസിന് അൺഫേവറബിൾ കണ്ടീഷൻ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കഴിവുണ്ട്, കാരണം സ്പോർസിന് നല്ല കട്ടിയുള്ള വോൾസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് അൺഫേവറബിൾ കണ്ടീഷൻ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ ഈ സ്പോർസ് എയറിലൂടെ ഡിസ്പേഴ്സ്ഡ് ആവുന്നു, പല സ്ഥലത്തേക്ക് സ്പ്രെഡ് ചെയ്ത് പോകുന്നു. എന്നിട്ട് അവിടെ കിടന്ന് ഫേവറബിൾ കണ്ടീഷൻ വരുമ്പോൾ ജെർമിനേറ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് സ്ലൈം മൗൾസ്. അടുത്ത ലാസ്റ്റ് ഗ്രൂപ്പാണ് പ്രോട്ടോസോവൻസ്. പ്രോട്ടോസോവൻസ് തന്നെ 4 ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് ടൈപ്പാണ് അമീബോയിഡ് പ്രോട്ടോസോവൻസ്. അമീബോയിഡ് പ്രോട്ടോസോവൻസ് എക്സാമ്പിൾ അമീബ, എൻഡമീബ. ഇവിടെ അമീബയുടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. അമീബ ആൻഡ് എൻഡമീബയാണ് എക്സാമ്പിൾസ് ഓഫ് അമീബോയിഡ് പ്രോട്ടോസോവൻസ്. അമീബോയിഡ് പ്രോട്ടോസോവൻസിന് ഇര പിടിക്കാനും അതുപോലെ തന്നെ മൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചറാണ് സ്യൂഡോപോഡിയ അല്ലെങ്കിൽ ഫോൾസ് ഫീറ്റ്. സ്യൂഡോപോഡിയ ഓർ ഫോൾസ് ഫീറ്റ്, അതായത് ഈ പിക്ചറിൽ ഈ അമീബ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ഫുഡ് പാർട്ടിക്കിൾ വന്ന ഉടനെ തന്നെ ഇപ്പം ഇങ്ങനെ ഇരിക്കുന്ന ഈ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ഉടനെ തന്നെ ഈ ഫുഡിനെ ഇങ്ങനെ ചുറ്റി പിടിക്കുന്ന പോലെ വരും. എന്നിട്ട് ഇതിൻ്റെ ബോഡിയുടെ ഉള്ളിലാക്കും. അപ്പോൾ ഈ ഫുഡ് ഒരു വാക്യൂളിൻ്റെ ഉള്ളിലായിട്ട് അമീബയുടെ ബോഡിയുടെ ഉള്ളിലിരിക്കും. ഇങ്ങനെയാണ് സ്യൂഡോപോഡിയ അല്ലെങ്കിൽ ഫോൾസ് ഫീറ്റ് യൂസ് ചെയ്ത് ഇര പിടിക്കുന്നത്. ഇനി അമീബയ്ക്ക് ഏത് ഡയറക്ഷനിലാണോ മൂവ് ചെയ്യേണ്ടത് ആ ഡയറക്ഷനിലേക്ക് ഇതിൻ്റെ സ്യൂഡോപോഡിയ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. എന്നിട്ട് ആ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാൻ പറ്റും. സെക്കൻഡ്, ഫ്ലാജെല്ലേറ്റഡ് പ്രോട്ടോസോവൻസ്. ഇവരുടെ മൂവ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്നത് ഫ്ലാജെല്ലയാണ്. ഫ്ലാജെല്ലയാണ് മൂവ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്നത്. എക്സാമ്പിൾ ട്രിപ്പനോസോമ. ട്രിപ്പനോസോമ കോസ് ചെയ്യുന്ന ഒരു ഡിസീസാണ് സ്ലീപ്പിംഗ് സിക്നസ്. സ്ലീപ്പിംഗ് സിക്നസ് കോസ് ചെയ്യുന്നത് ട്രിപ്പനോസോമയാണ്. ഇതൊരു ഫ്ലാജെല്ലേറ്റഡ് പ്രോട്ടോസോവനാണ്. അതുകൊണ്ട് തന്നെ ഫ്ലാജെല്ലയാണ് മൂവ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചർ. നെക്സ്റ്റ് ഈ സീലിയേറ്റഡ് പ്രോട്ടോസോവൻസ്. സീലിയേറ്റഡ് പ്രോട്ടോസോവൻസ് ആയതുകൊണ്ട് തന്നെ ഇവരെ മൂവ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്നത് സീലിയയാണ്. ഈ പിക്ചർ പാരമീസിയത്തിൻ്റെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ശ്രദ്ധിച്ചാൽ കാണാം ബോഡിക്ക് ചുറ്റും ഒരുപാട് സീലിയാസ് ഉണ്ട് ബോഡിക്ക് ചുറ്റും. ഈ തൗസൻഡ്സ് ഓഫ് സീലിയ ഉള്ളത് കാരണം പാരമീസിയത്തിന് മൂവ് ചെയ്യാനും അതുപോലെ ഫുഡ് ക്യാപ്ചർ ചെയ്യാനും പറ്റും. ഇനി മറ്റൊരു പ്രത്യേകതയാണ് ഗള്ളറ്റ്. പാരമീസിയത്തിൻ്റെ ബോഡിയുടെ ഉള്ളിൽ ഒരു ക്യാവിറ്റി ഉണ്ട്. ഈ ക്യാവിറ്റിയെ പുറമേയുള്ള അക്വാട്ടിക് ഹാബിറ്റാറ്റുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു ഓപ്പണിംഗ് ഉണ്ട്, അതാണ് ഗള്ളറ്റ്. ഇനി സീലിയയുടെ ഒരു പ്രത്യേക തരത്തിലുള്ള മൂവ്മെൻറ്റ് കാരണം പുറമേയുള്ള വാട്ടർ ഗള്ളറ്റിലൂടെ അകത്തേക്ക് പോകും. ആ വാട്ടറിൽ ഇവർക്ക് ആവശ്യമായ ഫുഡും ഉണ്ടായിരിക്കും. ഇങ്ങനെയാണ് ഇവർ ഇതിലൂടെ ഫുഡ് ക്യാപ്ചർ ചെയ്യുന്ന സീലിയ യൂസ് ചെയ്തിട്ട്. ഇനി മൂവ്മെൻറ്റിനും സീലിയയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈ സ്പോറോസോവൻസ്. സ്പോറോസോവൻസ് എന്ന് പേര് വരാൻ കാരണം ഇവരുടെ ലൈഫ് സൈക്കിളിൽ ഒരു ഇൻഫെക്ഷ്യസ് സ്പോർ സ്റ്റേജ് ഉണ്ടായിരിക്കും. ലൈഫ് സൈക്കിളിൽ ഒരു ഇൻഫെക്ഷ്യസ് സ്പോർ സ്റ്റേജ് ഉള്ളതുകൊണ്ടാണ് സ്പോറോസോവൻസ് എന്ന് വിളിക്കുന്നത്. എക്സാമ്പിളാണ് പ്ലാസ്മോഡിയം മലേറിയ. പ്ലാസ്മോഡിയം മലേറിയയാണ് മലേറിയ ഉണ്ടാക്കുന്ന ഓർഗാനിസം. തേർഡ് കിങ്ഡമാണ് കിങ്ഡം ഫംഗി. കിങ്ഡം ഫംഗി എന്ന് പറഞ്ഞാൽ യൂക്യാരിയോട്സ് ആണ്. അതുപോലെ തന്നെ സെൽ വോൾ ഈസ് മെയ്ഡപ്പ് ഓഫ് കൈറ്റിൻ ആൻഡ് പോളിസാക്കറൈഡ്സ് കൊണ്ടാണ് സെൽ വാൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ഇവരെല്ലാം ഹെട്രോട്രോപ്സ് ആണ് ഫംഗി. അബ്സോർപ്റ്റീവ് ന്യൂട്രീഷൻ, അതായത് അബ്സോർപ്റ്റീവ്
പല ടൈപ്പ് ന്യൂട്രീഷൻസ് ഉണ്ട്. ഒന്ന് ഇൻജസ്റ്റീവ് ന്യൂട്രീഷൻ. നമ്മളൊക്കെ ഇൻജസ്റ്റീവ് ന്യൂട്രീഷനാണ്, കാരണം നമ്മൾ ഭക്ഷണം ഉള്ളിലേക്ക് നമ്മുടെ ബോഡിയിലേക്ക് കഴിച്ചിട്ടാണ് അതിൽ നിന്ന് ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യുന്നത്. അതാണ് ഇൻജസ്റ്റീവ് ന്യൂട്രീഷൻ. ഈ അബ്സോർപ്റ്റീവ് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ ചുറ്റുപാടുമുള്ള സാപ്രോഫൈറ്റ്സ് ആണ് ഇവർ. അപ്പോൾ ആ ഡെഡ് ആൻഡ് ഡീക്കേ മാറ്ററിൽ നിന്ന് ഇവരുടെ ഫുഡ് അബ്സോർബ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഗ്ലൈക്കോജൻ ആൻഡ് ഓയിലാണ് റിസർവ് ഫുഡ്. ഗ്ലൈക്കോജൻ ആൻഡ് ഓയിലാണ് ഫംഗിയുടെ റിസർവ് ഫുഡ്. ആ ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഗ്ലൈക്കോജനായിട്ടും ഓയിലായിട്ടുമാണ്. റീപ്രൊഡക്ഷൻ 3 ടൈപ്പിലാണ്: വെജിറ്റേറ്റീവ്, അസെക്ഷൽ ആൻഡ് സെക്ഷൽ. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഫ്രാഗ്മെൻറ്റേഷൻ അല്ലെങ്കിൽ ഫിഷൻ അല്ലെങ്കിൽ ബഡ്ഡിങ് 3 രീതിയിൽ നടക്കുന്നുണ്ട്. ഫ്രാഗ്മെൻറ്റേഷൻ്റെ പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് ഇതൊരു ഫംഗൽ മൈസീലിയം ആണ്. മൈസീലിയം എന്ന് പറഞ്ഞാൽ ഹൈഫേ, ഫംഗയുടെ ബോഡി ഇങ്ങനെ നീളമുള്ള ഫിലമെൻറ്റസ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ഫംഗയുടെ ബോഡി. ഇങ്ങനെ ഒരുപാട് ഫിലമെൻറ്റ്സ് ചേരുന്ന ആ നെറ്റ്വർക്കിനെയാണ് മൈസീലിയം എന്ന് പറയുന്നത്. ഇവിടെ ഒരു മൈസീലിയമാണ് കാണിച്ചിട്ടുള്ളത്. ഈ മൈസീലിയം എങ്ങനെയെങ്കിലും ഫ്രാഗ്മെൻറ്റ് ആവുകയാണെങ്കിൽ, അതായത് മുറിഞ്ഞു പോവുകയാണെങ്കിൽ, ആ ഓരോ പീസും അടുത്ത ഓരോ പുതിയ ഓർഗാനിസമായിട്ട് മാറും. അതിനെയാണ് ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. മുറിഞ്ഞു പോയ ഓരോ പീസും പുതിയ ഓരോ ഓർഗാനിസമായിട്ട് മാറുന്നു. അടുത്തൊരു മെത്തേഡാണ് ബഡ്ഡിങ്. ഇവിടെ കാണിച്ചിരിക്കുന്നതാണ് ബഡ്ഡിങ്. അതായത് ഒരു സെൽ, ഒരു ഹൈഫേ അല്ലെങ്കിൽ ഒരു ഫംഗി, അതിൽ ചെറിയൊരു ബഡ് ഫോം ചെയ്യുന്നു. ഒരു ഡെവലപ്പിംഗ് ബഡ്, ഒരു ചെറിയൊരു ബഡ് ഫോം ചെയ്യുന്നു. അതിനെയാണ് ഇപ്പം നമ്മൾ ഡോട്ടർ സെല്ലെന്ന് വിളിക്കുന്നത്. അതിനുശേഷം ഈ ബഡ് മദർ സെല്ലിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് പോകുന്നു. എന്നിട്ട് സെപ്പറേറ്റ് ഓർഗാനിസമായിട്ട് വളരുന്നു. അതാണ് ബഡ്ഡിങ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ. നെക്സ്റ്റ് ഈസ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ. അസെക്ഷൽ റീപ്രൊഡക്ഷനും സെക്ഷൽ റീപ്രൊഡക്ഷനും സ്പോർസ് വഴിയാണ് നടക്കുന്നത്. സ്പോർ ഫോർമേഷനാണ്. അസെക്ഷൽ സ്പോർസ് ഏതൊക്കെയാണ്? കൊണീഡിയ, സ്പൊറാഞ്ചിയോസ്പോർസ് ആൻഡ് സൂസ്പോർസ്. കൊണീഡിയ, സ്പൊറാഞ്ചിയോസ്പോർസ് ആൻഡ് സൂസ്പോർസ് ഇതെല്ലാം അസെക്ഷൽ സ്പോർസ് ആണ്. സെക്ഷൽ സ്പോർസ് ആണ് ഊസ്പോർസ്, ആസ്കോസ്പോർസ്, ബസിഡിയോസ്പോർസ്. ഇനി സ്പോർസ് എല്ലാം ഫ്രൂട്ടിംഗ് ബോഡീസിലാണ് ഉണ്ടാവുന്നത്. അതായത് ഈ പിക്ചർ നോക്കിയാൽ ഇവിടെ കാണുന്നത് ഹൈഫേ. ഇനി ഈ ഹൈഫയിൽ നിന്ന് മുകളിലേക്കൊരു സ്റ്റോക്ക് വന്നിട്ട് അതിൻ്റെ മുകളിലാണ് സ്പോർസ് ഉണ്ടാകുന്നത്. ഈ സ്റ്റോക്കിനെയാണ് നമ്മൾ ഫ്രൂട്ടിംഗ് ബോഡി, ഈ സ്റ്റോക്കിനെയും ഇതിനെയും കൂടെ ചേർത്താണ് നമ്മൾ ഫ്രൂട്ടിംഗ് ബോഡി എന്ന് പറയുന്നത്. അങ്ങനെ ഫ്രൂട്ടിംഗ് ബോഡീസിലാണ് സ്പോർസ് ഫോം ചെയ്യുന്നത്. ഇനി സെക്ഷൽ സൈക്കിളിന് 3 സ്റ്റേജ് ഉണ്ട്. ഒന്ന് പ്ലാസ്മോഗമി, അതായത് 2 സെല്ല് തമ്മിലുള്ള അതിൻ്റെ സൈറ്റോപ്ലാസം തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നു. സൈറ്റോപ്ലാസം തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നതിനെയാണ് പ്ലാസ്മോഗമി എന്ന് പറയുന്നത്. ഇനി അതിനുശേഷം ഈ ന്യൂക്ലിയസ് തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നു. ന്യൂക്ലിയസ് തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നതിനാണ് കാരിയോഗമി എന്ന് പറയുന്നത്. കാരിയോഗമി എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ ഫ്യൂഷനാണ്. ഇനി ഇങ്ങനെ ഉണ്ടായ സൈഗോട്ട്, ഈ സൈഗോട്ടിൽ മിയോസിസ് നടക്കുന്നു. അതാണ് 3ാമത്തെ സ്റ്റേജ്, മിയോസിസ് ഇൻ സൈഗോട്ട്. സൈഗോട്ടിൽ മിയോസിസ് നടക്കുന്നു. മിയോസിസ് എന്ന് പറഞ്ഞാൽ റിഡക്ഷൻ ഡിവിഷൻ. നെക്സ്റ്റ് ഫസ്റ്റ് ഗ്രൂപ്പാണ് ഫൈക്കോമൈസീറ്റ്സ്. ഇവർക്ക് അസെപ്റ്റേറ്റ് ആൻഡ് കോയിനോസൈറ്റിക് ഹൈഫയാണ് ഉള്ളത്. അതായത് ഹൈഫേ അസെപ്റ്റേറ്റ് ആണ്, സെപ്റ്റ ഇല്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് ന്യൂക്ലിയസിനെ കാണാൻ പറ്റും. ഇവിടെ ഒരു പടം കൊടുത്തിട്ടുണ്ട് കോയിനോസൈറ്റിക് ഹൈഫയുടെ. അടുത്തത് സ്പോർ ഫോർമേഷൻ എൻഡോജീനസ് ആണ്. ഈ പിക്ചറിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സ്പൊറാഞ്ചിയം ഉണ്ട്. ഈ സ്പൊറാഞ്ചിയത്തിൻ്റെ അകത്താണ് സ്പോർസ് ഫോം ചെയ്യുന്നത്. അകത്ത് സ്പോർ ഫോം ചെയ്യുന്നതുകൊണ്ടാണ് എൻഡോജീനസ് സ്പോർ ഫോർമേഷൻ എന്ന് പറയുന്നത്. ഇനി അസെക്ഷൽ സ്പോർസ് 2 ടൈപ്പ് ഉണ്ട്. മോട്ടൈലാണെങ്കിൽ സൂസ്പോർസ് എന്നും നോൺ മോട്ടൈലാണെങ്കിൽ അപ്ലാനോസ്പോർസ് എന്നും പറയുന്നു. മോട്ടൈലാണെങ്കിൽ സൂസ്പോർസും നോൺ മോട്ടൈലാണെങ്കിൽ അപ്ലാനോസ്പോർസും. സെക്ഷൽ സ്പോർസ് ആണ് സൈഗോസ്പോർ. സെക്ഷൽ സ്പോർസ് ആണ് സൈഗോസ്പോർ. ഇനി ഗ്യാമീറ്റ്സ് ഒരുപോലെയുള്ളതാണെങ്കിൽ ഐസോഗ്യാമസ് എന്നും, ഡിസിമിലർ കാണാൻ ഒരുപോലെ അല്ലെങ്കിൽ അവരെ അനൈസോഗ്യാമസ് എന്നും പറയും. അനൈസോഗ്യാമസ്. എക്സാമ്പിൾസ്: മ്യൂക്കർ, റൈസോപ്പസ് ഓർ ബ്രെഡ് മോൾഡ്, ആൽബ്യൂഗോ വിച്ച് ഈസ് പാരസൈറ്റിക് ഓൺ മസ്റ്റാർഡ്. സെക്കൻഡ് ഗ്രൂപ്പാണ് ആസ്കോമൈസെക്സ് ഓർ സാക് ഫംഗി. ആസ്കോമൈസെക്സ് ഈസ് ഓൾസോ നോൺ ആസ് സാക് ഫംഗി. ഇവർ സെപ്റ്റേറ്റ് ആൻഡ് ബ്രാഞ്ച്ഡ് ഹൈഫയാണുള്ളത്. സെപ്റ്റേറ്റ് ആണ്, ബ്രാഞ്ച്ഡും ആണ്.
കൊണീഡിയ എക്സോജീനസ്ലി ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണീഡിയോഫോറിൽ. ഇവിടെ ആസ്പെർജിലസിൻ്റെ ഒരു പിക്ചർ കാണിച്ചിട്ടുണ്ട്. ഇതിൽ ഹൈഫയിൽ നിന്ന് മുകളിലേക്ക് പോകുന്ന ഈ സ്റ്റോക്കാണ് കൊണീഡിയോഫോർ. കൊണീഡിയോഫോറിൻ്റെ അവിടെ എക്സോജീനസ്ലി ആണ് സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് ഇതാണ് കൊണീഡിയോഫോർ. ഇതിൻ്റെ പുറമെയാണ് സ്പോർസ് ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് എക്സോജീനസ് പ്രൊഡക്ഷനാണ്. ഇനി ആസ്കോസ്പോർസ് ആണ് സെക്ഷുവൽ സ്പോർസ്. അത് ആസ്കയ്ക്കുള്ളിലാണ് ഫോം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ സാക്ക് ഫംഗി എന്ന് പറയുന്നത്. ആസ്ക എന്ന് പറഞ്ഞാൽ ഒരു സാക്കിലേക്ക് ആയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് സാക്ക് ഫംഗി എന്ന് പറയുന്നത്. കൊണീഡിയോസ്പോർസ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. എക്സാമ്പിൾ സക്കാരോമൈസെക്സ് ഓർ ഈസ്റ്റ്, പെനിസിലിയം, ആസ്പെർജിലസ്, ക്ലാവിസെപ്സ്, ന്യൂറോസ്പോറ, മോറൽസ്, ബഫിൾസ്. മോറൽസ് ആൻഡ് ബഫിൾസ് എഡിബിൾ ആണ്, നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. ഈസ്റ്റ് ഓർ സക്കാരോമൈസെക്സിനെ ബ്രെഡ് ആൻഡ് ബിയർ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. പെനിസിലിയത്തിൽ നിന്ന് പെനിസിലിൻ ആൻറ്റിബയോട്ടിക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ ന്യൂറോസ്പോറയെ ബയോകെമിക്കൽ ആൻഡ് ജനറ്റിക് സ്റ്റഡീസിന് യൂസ് ചെയ്യുന്നുണ്ട്. തേർഡ് ഗ്രൂപ്പ് ബെസിഡിയോമൈസീറ്റ്സ്. ബെസിഡിയോമൈസീറ്റ്സിൻ്റെ പ്രത്യേകത ഇവർക്ക് അസെക്ഷുവൽ സ്പോർസ് ഇല്ല. അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ വഴി ഉണ്ടാകുന്ന അസെക്ഷുവൽ സ്പോർസ് ഇല്ല. സെക്സ് ഓർഗൻസ് ആബ്സെൻറ്റുമാണ്. ഇനി ബെസിഡിയോസ്പോർസ് ഉണ്ട്. ഇത് ബെസിഡിയം എന്ന് പറയുന്ന സ്ട്രക്ചറിൽ എക്സോജീനസ് ആയിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ബെസിഡിയത്തിൽ എക്സോജീനസ് ആയിട്ടാണ് ബെസിഡിയോസ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ അഗാരിക്കസ് ഓർ നമ്മൾ മഷ്റൂം എന്ന് പറയുന്ന അഗാരിക്കസ് ഓർ മഷ്റൂം, ഒസ്റ്റിലിഗോ ഓർ സ്മട്ട്, പക്സീനിയ ഓർ റസ്റ്റ്. ഇതൊക്കെയാണ് എക്സാമ്പിൾസ്. ഫോർത്ത് ഗ്രൂപ്പ് ഡ്യൂട്രോമൈസീറ്റ്സ് അല്ലെങ്കിൽ ഫംഗെ ഇംപെർഫെക്റ്റി എന്നും പറയാം. കാരണം ഇവർക്ക് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇല്ല. ഓൺലി അസെക്ഷുവൽ സ്റ്റേജ് ഈസ് നോൺ. അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ മാത്രമേ കണ്ടുപിടിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഫംഗെ ഇംപെർഫെക്റ്റി എന്ന് പറയുന്നു. ഇവരും സെപ്റ്റേറ്റ് ആൻഡ് ബ്രാഞ്ച്ഡ് ആണ്. എക്സാമ്പിൾ ഓൾട്ടർനേറിയ, കൊളറ്റോട്രിക്കം ആൻഡ് ട്രൈക്കോഡെർമ. ഡ്യൂട്രോമൈസൈറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഫംഗസിൻ്റെ സെക്ഷുവൽ സ്റ്റേജ് കണ്ടുപിടിച്ചാൽ അപ്പോൾ തന്നെ അതിനെ ഫൈക്കോമൈസീറ്റ്സ്, ആസ്കോമൈസീറ്റ്സ്, ബെസിഡിയോമൈസീറ്റ്സ് ഈ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിലേക്ക് മാറ്റും. സെക്ഷുവൽ സ്റ്റേജ് കണ്ടുപിടിക്കാത്തവരെ എല്ലാം കൂടെ ചേർത്തിട്ടാണ് ഡ്യൂട്രോമൈസീറ്റ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത്. നെക്സ്റ്റ് ഫോർത്ത് കിങ്ഡമാണ് കിങ്ഡം പ്ലാന്റ്. കിങ്ഡം പ്ലാന്റയുടെ പ്രത്യേകത ഇവർ മൾട്ടി സെല്ലുലാർ യൂക്യാരിയോട്സ് ആണ് വിത്ത് ക്ലോറോഫിൽ കണ്ടന്റ് ഉള്ള മൾട്ടി സെല്ലുലാർ യൂക്യാരിയോട്സ് ആണ് കിങ്ഡം പ്ലാന്റയിലെ മെമ്പേഴ്സ്. ഇവരുടെ സെൽ വോൾ സെല്ലുലോസ് കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ക്ലോറോഫിൽ കണ്ടന്റ് ഉള്ളതുകൊണ്ട് തന്നെ ഫോട്ടോസിന്തറ്റിക് ആണ്. ഇനി ചില പ്ലാന്റ്സ് പാർഷ്യലി ഹെറ്ററോട്രോപിക് ആണ്. അതായത് അവർക്ക് ഫോട്ടോസിന്തസിസ് ചെയ്യാനുള്ള കഴിവുണ്ട്, പക്ഷേ അല്ലാതെ ഹെറ്ററോട്രോപ്സ് ആയിട്ടും ഫുഡ് സ്വീകരിക്കും. അതായത് ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ്, അതായത് ബ്ലാഡർ വെർട്ട്, വീനസ് ഫ്ലൈ ട്രാപ്പ് മുതലായ സസ്യങ്ങൾ. ഇവിടെ കൊടുത്തിരിക്കുന്നത് വീനസ് ഫ്ലൈ ട്രാപ്പിൻ്റെ പിക്ചറാണ്. ഇതിൽ ഏതെങ്കിലും ഒരു ഇൻസെക്റ്റ് വന്നിരുന്നു കഴിഞ്ഞാൽ ഈ രണ്ട് സൈഡിൽ നിന്നും കൂടെ അതിനെ അമർത്തി ഈ ലീഫ് അങ്ങ് അടയും. അതാണ് വീനസ് ഫ്ലൈ ട്രാപ്പ്. അങ്ങനെയുള്ള പ്ലാന്റ്സ് ആണ് ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ്. ബ്ലാഡർ വെർട്ട്, വീനസ് ഫ്ലൈ ട്രാപ്പ്. ഇനി പാരസൈറ്റിക് പ്ലാന്റ്, മറ്റൊരു പ്ലാന്റിൽ ജീവിച്ച് അതുണ്ടാക്കുന്ന ഫുഡ് അബ്സോർബ് ചെയ്തെടുക്കുന്നു. അതാണ് കസ്ക്യൂട്ട. ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. വേറൊരു ചെടിയുടെ സ്റ്റെമ്മിലാണിത് ചുറ്റിപ്പിടിച്ച് വളർന്നിരിക്കുന്നത്. എന്നിട്ട് ആ ചെടിയുടെ ന്യൂട്രീഷൻ അബ്സോർബ് ചെയ്യുന്നു. കസ്ക്യൂട്ട. കിങ്ഡം പ്ലാന്റയിലെ മെമ്പേഴ്സിൻ്റെ ഒരു പ്രത്യേകതയാണ് അവർ ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ കാണിക്കും. അതായത് അവരുടെ ലൈഫ് സൈക്കിളിൽ 2 സ്റ്റേജ് ഉണ്ട്. ഒരു ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റ് സ്റ്റേജും ഹാപ്ലോയിഡ് ഗ്യാമറ്റോഫൈറ്റ് സ്റ്റേജും. ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റ് സ്റ്റേജിൽ സ്പോറോഫൈറ്റ് എന്ന പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അവർ സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഗ്യാമറ്റോഫൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, അവരാണ് ഗ്യമീറ്റ്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഡിപ്ലോയിഡ് ആയിട്ടുള്ള സ്പോറോഫൈറ്റിൽ മിയോസിസ് നടക്കും. മിയോസിസ് എന്ന് പറഞ്ഞാൽ റിഡക്ഷൻ ഡിവിഷൻ. അതുകൊണ്ട് തന്നെ 2Nൽ നിന്ന് N ആയിട്ട് മാറും. ഹാഫ് സെറ്റ് ഓഫ് ക്രോമസോംസേ ഉള്ളൂ ഇവർക്ക്. അതായത് ഒരു ഓർഗാനിസത്തിൻ്റെ ഫുൾ സെറ്റ് പെയർഡ് ക്രോമസോംസ് ആണ് 2N അല്ലെങ്കിൽ ഡിപ്ലോയിഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. എന്നാൽ ഒരു ഓർഗാനിസത്തിൻ്റെ ക്രോമസോം
അത് അൺപെയർഡ് ആയിട്ടുള്ള ഫുൾ സെറ്റ് ക്രോമസോമിനെയാണ്. അൺപെയർഡ് ആണെങ്കിൽ ഹാപ്ലോയിഡ് എന്ന് പറയും, അല്ലെങ്കിൽ എൻ എന്ന് പറയും. അപ്പോൾ സ്പോറോഫൈറ്റിൽ മിയോസിസ് നടന്നിട്ട് ഹാപ്ലോയിഡ് സ്പോർസ് ഉണ്ടാകുന്നു. ഈ ഹാപ്ലോയിഡ് സ്പോർസിൽ മൈറ്റോസിസ് നടന്നിട്ടാണ് ഗ്യാമീറ്റോഫൈറ്റ് ഫോം ചെയ്യുന്നത്. ഇനി ഗ്യാമീറ്റോഫൈറ്റ് എന്താണ്? എഗ്ഗിനെ പ്രൊഡ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ സ്പേമിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഈ എഗ്ഗും സ്പേമും ഹാപ്ലോയിഡാണ്. ഇനി എഗ്ഗും സ്പേമും കൂടെ ഫെർട്ടിലൈസേഷൻ നടന്നിട്ട് ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൈഗോട്ട് ഫോം ചെയ്യും. ഈ ഡിപ്ലോയിഡ് സൈഗോട്ടിന് മൈറ്റോസിസ് നടന്നിട്ടാണ് എഗെയിൻ ഡിപ്ലോയിഡ് ആയിട്ടുള്ള സ്പോറോഫൈറ്റ് ആയിട്ട് മാറുന്നത്. അപ്പോൾ ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റും ഹാപ്ലോയിഡ് ഗാമറ്റോഫൈറ്റുമാണ് പ്ലാന്റ്സ് എക്സിബിറ്റ് ചെയ്യുന്ന രണ്ട് സ്റ്റേജസ് അല്ലെങ്കിൽ ഫേസസ്. ഇത് മാറി മാറി വരും. ഇനി ഓരോ പ്ലാന്റ്സിലും എന്തായിരിക്കും ഇതിൻ്റെ ഡ്യൂറേഷൻ, സ്പോറോഫൈറ്റിൻ്റെയും ഗാമറ്റോഫൈറ്റിൻ്റെയും ഡ്യൂറേഷൻ വേരി ചെയ്തിരിക്കും. നെക്സ്റ്റ് ലാസ്റ്റ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ്റെ ലാസ്റ്റ് കിങ്ഡമാണ് കിങ്ഡം അനിമേലിയ. കിങ്ഡം അനിമേലിയയിൽ മൾട്ടി സെല്ലുലാർ യൂക്യാരിയോട്സ് ആണ്, പക്ഷേ ഇവർക്ക് സെൽ വോൾ ഇല്ല. അതുപോലെ ഇവർ ഹെട്രോട്രോപ്സ് ആണ്. ഹോളോസോയിക് ന്യൂട്രീഷൻ, അതായത് ഇൻജസ്റ്റീവ് ന്യൂട്രീഷൻ, ഫുഡ് അകത്തേക്ക് കഴിച്ചിട്ടാണ് ന്യൂട്രീഷൻ. മോസ്റ്റ്ലി മോട്ടൈൽ, കൂടുതൽ മെമ്പേഴ്സിനും മൂവ്മെൻറ്റ് നടത്താൻ കഴിയുന്നുണ്ട്. അടുത്തത് 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത കുറച്ച് ഓർഗാനിസംസ് ആണ്. ആദ്യത്തത് വൈറസ്. വൈറസിനെ കണ്ടുപിടുത്തത്തിൻ്റെ കാരണമായ ഒരു ഹിസ്റ്ററിയാണിത്. 1892 ഡിമിട്രി ഇവാനോസ്കി ടൊബാക്കോ പ്ലാന്റിലുള്ള മൊസൈക് ഡിസീസ് കണ്ടുപിടിച്ചു. അത് ബാക്ടീരിയേക്കാൾ ചെറിയ ഒരു ഓർഗാനിസമാണ് ഉണ്ടാക്കുന്നതെന്ന് ഡിമിട്രി ഇവാനോസ്കി കണ്ടുപിടിച്ചു. 1892 ഡിമിട്രി ഇവാനോസ്കി എന്താണ് കണ്ടുപിടിച്ചത്? ടൊബാക്കോ പ്ലാന്റിൽ ബാക്ടീരിയേക്കാൾ ചെറുതായ ഒരു ജീവി മൊസൈക് ഡിസീസ് ഉണ്ടാക്കുന്നു എന്ന് കണ്ടുപിടിച്ചു. ഇനി 1898 ആയപ്പം MW ബെയ്ജർനിക്ക് എന്ത് ചെയ്തു? ഈ ടൊബാക്കോ പ്ലാന്റ്സ്, ഇൻഫെക്റ്റഡ് ടൊബാക്കോ പ്ലാന്റ്സിനെ എല്ലാം കൂടെ എടുത്ത് അതിൻ്റെ ഒരു എക്സ്ട്രാക്റ്റ് ഉണ്ടാക്കി. എന്നിട്ട് ആ എക്സ്ട്രാക്റ്റ് ഹെൽത്തി പ്ലാന്റിലേക്ക് കൊടുത്തു. അപ്പോൾ ഹെൽത്തി പ്ലാന്റ്സും ഡിസീസ്ഡായി. അപ്പോൾ ആ ഡിസീസ് കോസിങ് ഏജൻറ്റിനെ വൈറസ് എന്നും ആ എക്സ്ട്രാക്റ്റിനെ കണ്ടേജിയം വൈവം ഫ്ലൂയിഡം എന്നും വിളിച്ചു. അടുത്തത് 1935 WM സ്റ്റാൻലി പറഞ്ഞു, വൈറസ് കൂടുതലായിട്ടും പ്രോട്ടീനേഷ്യസ് മെറ്റീരിയൽ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്, അതുകൊണ്ട് അതിനെ നമുക്ക് ക്രിസ്റ്റലൈസ് ചെയ്യാൻ പറ്റും എന്ന് WM സ്റ്റാൻലി പറഞ്ഞു. ഇനി വൈറസ് അസെല്ലുലാർ ആണ്. അവരുടെ സ്ട്രക്ചർ ഒരു പ്രോട്ടീൻ കോട്ടും അതിനുള്ളിൽ ജനറ്റിക് മെറ്റീരിയലുമാണ്. ജനറ്റിക് മെറ്റീരിയൽ DNA RNA ആകാം. ഇനി പ്രോട്ടീൻ കോട്ടിനെയാണ് ക്യാപ്സിഡ് എന്ന് പറയുന്നത്. ഇവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ക്യാപ്സിഡ് എന്ന് പറഞ്ഞാൽ വൈറസിൻ്റെ പ്രോട്ടീൻ കോട്ടാണ്. ഇത് ഒരുപാട് ക്യാപ്സോമിയേഴ്സ് ചേർത്താണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ പിക്ചറിൽ മൊത്തത്തിൽ ക്യാപ്സിഡ്, അതിൽ ഓരോന്നിനെയും ക്യാപ്സോമിയേഴ്സ് എന്ന് പറയാം. ഇനി വൈറസ് ഒബ്ലിഗേറ്റ് ഇൻട്രാസെല്ലുലാർ പാരസൈറ്റ്സ് ആണ്. ആ സെല്ലിനെ, ഹോസ്റ്റ് സെല്ലിനെ യൂസ് ചെയ്താണ് ഇവർ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഹോസ്റ്റ് സെല്ലിൽ നിന്നാണ് ഇവർക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷൻ എടുക്കുന്നത്. ഇനി പ്ലാന്റ് വൈറസ് ഒക്കെ എന്തായിരിക്കും? സിംഗിൾ സ്ട്രാൻഡഡ് RNA വൈറസസ് ആയിരിക്കും. എക്സാമ്പിൾ ടൊബാക്കോ മൊസൈക് വൈറസ്. ആനിമൽ വൈറസസ് ഒന്നുകിൽ സിംഗിൾ സ്ട്രാൻഡഡ് RNA വൈറസ് ആയിരിക്കും, അല്ലെങ്കിൽ ഡബിൾ സ്ട്രാൻഡഡ് RNA വൈറസ് ആയിരിക്കും, അല്ലെങ്കിൽ ഡബിൾ സ്ട്രാൻഡഡ് DNA വൈറസ് ആയിരിക്കും. എക്സാമ്പിൾ ഇൻഫ്ലുവൻസ വൈറസ്, HIV, ഹെർപ്പിസ്. ഇനി പ്ലാന്റ്സിനെയും ആനിമൽസിനെയും കൂടാതെ ചില വൈറസ് ബാക്ടീരിയാസിനെ ഇൻഫെക്റ്റ് ചെയ്യുന്നുണ്ട്. ബാക്ടീരിയ ഇൻഫെക്റ്റ് ചെയ്യുന്ന വൈറസാണ് ബാക്ടീരിയോഫേജസ് ഓർ ബാക്ടീരിയൽ വൈറസ്. ഇതാണ് ബാക്ടീരിയോഫേജസ് ഡബിൾ സ്ട്രാൻഡഡ് DNA വൈറസസ് ആണ്. ബാക്ടീരിയോഫേജസ്. നെക്സ്റ്റ് വൈറോയിഡ്സിനെ 1971 ടിയോ ഡീനർ ആണ് ഡിസ്കവർ ചെയ്തത്. ഇത് ഒരു സ്മോൾ സർക്കുലർ നേക്കഡ് RNA ആണ്. വൈറോയിഡ്സ്. പ്രോട്ടീൻ കോട്ട് ഇല്ല. വൈറോയിഡ്സ് കോസ് ചെയ്യുന്ന ഒരു ഡിസീസാണ് പൊട്ടറ്റോ സ്പിൻഡിൽ ട്യൂബർ ഡിസീസ്. നെക്സ്റ്റ് ഈസ് പ്രിയോൺസ് എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷ്യസ് അബ്നോർമലി ഫോൾഡഡ് പ്രോട്ടീൻ ആണ്. ഒരു നോർമൽ പ്രോട്ടീൻ ഇങ്ങനെയാണെങ്കിൽ മിസ്ഫോൾഡഡ് പ്രോട്ടീനെയാണ് പ്രിയോൺ എന്ന് വിളിക്കുന്നത്. അബ്നോർമലി ഫോൾഡഡ് പ്രോട്ടീനാണ് പ്രിയോൺസ്. ഇവർക്ക് ന്യൂക്ലിക് ആസിഡ് ഇല്ല, ഒരു പ്രോട്ടീൻ മാത്രമാണ്. ഇവർ
നമ്മുടെ ക്യാറ്റിൽസിൽ കോസ് ചെയ്യുന്ന ഡിസീസാണ് മാഡ് കൗ ഡിസീസ് ഓർ ബൊവൈൻ സ്പോഞ്ചിഫോം എൻസെഫലോപ്പതി. ബൊവൈൻ സ്പോഞ്ചിഫോം എൻസെഫലോപ്പതി ഓർ മാഡ് കൗ ഡിസീസ് ക്യാറ്റിൽസിലാണ് ഉണ്ടാക്കുന്നത്. ഇനി ഹ്യൂമൻസിൽ ഉണ്ടാക്കുന്ന ഡിസീസാണ് ക്രൂട്ട്സ്ഫെൽഡ് ജേക്കബ് ഡിസീസ്. ക്രൂട്ട്സ്ഫെൽഡ് ജേക്കബ് ഡിസീസ്. ലാസ്റ്റ് പോർഷനാണ് ലൈക്കൻസ്. ലൈക്കൻസ് എന്ന് പറഞ്ഞാൽ ഒരു സിംബയോട്ടിക് അസോസിയേഷൻ ആണ്. അതായത് രണ്ട് പാർട്ട്നേഴ്സിനും ബെനഫിഷ്യൽ ആയിട്ടുള്ള ഒരു റിലേഷനാണ് സിംബയോട്ടിക് അസോസിയേഷൻ. അതായത് ആൽഗയും ഫംഗയും തമ്മിലുള്ള സിംബയോട്ടിക് അസോസിയേഷനാണ് ലൈക്കൻസ്. ഇതിൽ ആൽഗൽ കമ്പോണൻറ്റിനെ ഫൈക്കോബയോണ്ട് എന്നും ഫംഗൽ കമ്പോണൻറ്റിനെ മൈക്കോബയോണ്ട് എന്നുമാണ് വിളിക്കുന്നത്. ആൽഗ ഫംഗസിനൂടെയുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നു. ഫംഗസ് ആൽഗയ്ക്കുള്ള ഷെൽട്ടർ പ്രൊവൈഡ് ചെയ്യുന്നു. അതുപോലെ ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ആൽഗയ്ക്ക് ആവശ്യമായ വാട്ടറും മിനറൽസും അബ്സോർബ് ചെയ്ത് ആൽഗയ്ക്ക് കൊടുക്കുന്നു. ആൽഗ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നു. ഫംഗസ് ആൽഗയ്ക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ ആവശ്യമായ വാട്ടറും മിനറൽസും കൊടുക്കുന്നു. അതുപോലെ ഷെൽട്ടറും കൊടുക്കുന്നു. ഇനി ലൈക്കൻസ് എയർ പൊല്യൂഷൻ ഉള്ള സ്ഥലത്ത് വളരില്ല. അതുകൊണ്ട് തന്നെ ഇവർ ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് പൊല്യൂഷനാണ്. പൊല്യൂഷനുള്ള ഏരിയാസിൽ ഇവർക്ക് വളരാൻ പറ്റില്ല. അപ്പോൾ ഫംഗൽ പാർട്ടാണ് മൈക്കോബയോണ്ട്, ആൽഗൽ പാർട്ടാണ് ഫൈക്കോബയോണ്ട്. സോ ഇത്രയാണ് ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ്. ഈ പോയിൻറ്റ്സൊക്കെ ഒന്ന് ഓടിച്ചിട്ട് പറഞ്ഞതേ ഉള്ളൂ. മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് കണ്ടാൽ മതി. അതിൽ ഓരോ കിങ്ഡത്തിനെ പറ്റിയും ഡീറ്റെയിൽഡ് ആയിട്ട് സെപ്പറേറ്റ് വീഡിയോസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. സോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. സോ നന്നായി പഠിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.